ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ നെക്സോണിൻ്റെ സ്മാർട്ട് പ്ലസ് എസ് എന്ന 2024 വേരിയൻ്റാണ്. ഇതൊരു മെറ്റാലിക് ഗ്രേ കളറാണ്. അപ്പോൾ നമുക്കറിയാം ടാറ്റയുടെ വണ്ടികളെല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് ആയിട്ട് ഒക്കെ വരുന്ന നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ നെക്സോണിൻ്റെ ഒരു അടിപൊളി സൺറൂഫുള്ള ഒരു വേരിയൻ്റാണ് സ്മാർട്ട് പ്ലസ് എസ്. ഒരു 12 lakhs ഉള്ളിൽ വരുന്ന ഒരു റേഞ്ചിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. പണ്ടത്തെക്കാളും ലുക്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ കർവിൻ്റെ ഏകദേശം ലുക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഹാലോ LED ലാമ്പും അതുപോലെ തന്നെ ഒരു DRL ഒക്കെ കൊടുത്തിട്ടുണ്ട്. 16 ഇഞ്ച് വീലാണ് വരുന്നത്. വണ്ടി നോക്കുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി ലുക്സും കാര്യങ്ങളൊക്കെയാണ്. എൻജിൻ ടൈപ്പ് വരുന്നത് 1.2 ലിറ്റർ ടർബോ ചാർജർ റെവോട്രോൺ എൻജിനാണ്. വണ്ടിയുടെ CC വരുന്നത് 1199 CC ആണ്. ഈ ഒരു വേരിയൻറ്റിൽ വീൽ കപ്പ് അവൈലബിൾ അല്ല, നമ്മൾ വീൽ കപ്പ് സെപ്പറേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ റെയിൻ ഗണ്ണും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമ്മളെ സൈഡ് മിറേഴ്സിൻ്റെ എംബഡഡ് ആണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന, ഒരു സ്പോയിലറും അതുപോലെ ഡീഫോഗറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ കണക്റ്റിംഗ് ലാമ്പും കാര്യങ്ങളൊന്നുമില്ല. പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ വണ്ടിയുടെ മാക്സിമം പവർ വരുന്നത് 1118.27 bhp അറ്റ് 5500 RPM. മാക്സിമം ടോർക്ക് വരുന്നത് 170 Nm അറ്റ് 1750 to 4000 RPM ആണ് വരുന്നത്. ഇതൊരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുപോലെ വണ്ടിയുടെ ഡൈമെൻഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് പറയാം ഇൻഡിപെൻഡൻറ്റ് ലോവർ വിഷ്ബോൺ മെക്ഫേഴ്സൺ സ്ട്രൂട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ്. അതുപോലെ റിയർ സസ്പെൻഷൻ വരുന്നത് സെമി ഇൻഡിപെൻഡൻറ്റ് ഓപ്പൺ പ്രൊഫൈൽ ട്വിസ്റ്റ് ബീം വിത്ത് സ്റ്റെബിലൈസർ ബാർ കോയിൽ സ്പ്രിംഗ് ആൻഡ് ഷോക്ക് അബ്സോർബ് ആണ്. അതുപോലെ ടിൽറ്റ് ആൻഡ് കൊളാപ്സിബിൾ സ്റ്റിയറിംഗ് ആണ്. പിന്നെ നമുക്ക് മുകളിൽ നോക്കിയാൽ സൺറൂഫും കാര്യങ്ങളൊക്കെ വരാം. ഇപ്പോൾ നെക്സോണിന് ധാരാളം ഓഫറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിലല്ല വരുന്നത്. നല്ല ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇൻറ്റീരിയർ മൊത്തം ബ്ലാക്ക് ആണ് വരുന്നത്. കണ്ടോ, അത്യാവശ്യം ബോട്ടിലും ഒക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ ORVM അങ്ങനെയൊക്കെയാണ് വരുന്നത്. കണ്ടോ, ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ ORVM കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റിയറിംഗ് വീൽ, അത് ടാറ്റ ലോഗോ ലിറ്റായിട്ട് വരുന്നതിന് ചെറിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ഈ ഒരു വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വരുന്നത് 5.1 ആണ്. ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് ഡിസ്കും, റിയർ ബ്രേക്ക് വരുന്നത് ഡ്രമ്മും ആണ് വരുന്നത്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എയർ കണ്ടീഷണർ, ഹീറ്റർ, അഡ്ജസ്റ്റബിൾ സ്റ്റിയറിങ്, അതുപോലെ ആക്സസറി പവർ ഔട്ട്ലെറ്റിൽ വാനിറ്റി മിറർ, റിയർ റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കോക്പിറ്റ്. നല്ലൊരു ഫ്യൂച്ചറിക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ എന്ന് പറയാം. വണ്ടിയുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 3995 mm, വിഡ്ത്ത് വരുന്നത് 1804 mm, ഹൈറ്റ് വരുന്നത് 1620 mm, ബൂട്ട് സ്പേസ് വരുന്നത് 382 ലിറ്റേഴ്സുമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 208 mm, വീൽ ബേസ് വരുന്നത് 2498 mm ആണ്. അപ്പോൾ കണ്ടോ, ഒരു ഇതാണ് നമുക്ക് ബാക്കിലത്തെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ലിവർ സ്വിച്ച് വരുന്നത്. സാധാരണ വണ്ടികൾക്കൊക്കെ ലിവറാണെങ്കിൽ സ്വിച്ചായിട്ട് വരുന്നത്. ബാക്കിലൊരു നെക്സോൺ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അതായത് 382 ബൂട്ട് സ്പേസ് ആണ്. അതിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു സ്റ്റെപ്പിനി വീലും ജാക്കും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടാക്കോമീറ്റർ, ഗ്ലോ ബോക്സ്, ഡിജിറ്റൽ ഓഡോമീറ്റർ, അതുപോലെ തന്നെ 2 സ്പോക്ക് സ്റ്റീറിംഗ് വീൽ വിത്ത് ഇലുമിനേറ്റഡ് ലോഗോ, ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. പിന്നെ അപ്പോൾസ്ട്രി ഫാബ്രിക്കും കാര്യങ്ങളൊക്കെയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അഡ്ജസ്റ്റബിൾ ഹെഡ് ലാമ്പ്സും റെയിൻ സെൻസർ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ABS, സെൻട്രൽ ലോക്കിംഗ്, ചൈൽഡ് സേഫ്റ്റി ലോക്സ്, ആൻറ്റി തെഫ്റ്റ് അലാം, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് എയർ ബാഗ് 6 ആണ്. ഡ്രൈവർ എയർ ബാഗ്, പാസഞ്ചർ എയർ ബാഗ്, സൈഡ് എയർ ബാഗ്, ഡേ ആൻഡ് നൈറ്റ് റിയർ വ്യൂ മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻജിൻ. നമുക്ക് ഹുഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നീറ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു എൻജിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.2 ലിറ്റർ ടർബോ ചാർജർ റെവോട്രോൺ എൻജിനാണ്. ടാറ്റയുടെ തന്നെ നല്ലൊരു ഫേമസ് എൻജിനാണ്. അപ്പോൾ ഇത് നമുക്ക് വൈപ്പറിൽ വെള്ളം ഒഴിക്കാനുള്ള ഒരു പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ വണ്ടി നമുക്ക് 3 മോഡിലാണ് വരുന്നത്. അതായത് സ്പോർട്സ്, സിറ്റി, എക്കോ. എക്കോയിൽ ഓടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. വണ്ടിയുടെ മൈലേജ് RI സർട്ടിഫൈഡ് മൈലേജ് ഒരു 20-21 ആണെങ്കിലും നമുക്ക് നോർമൽ കിട്ടുന്നത് ഹൈവേയിലൊക്കെ 13-14 ആണ്. 13 ആണ് മെയിനായിട്ട് കിട്ടുന്നത്. അത് ഫസ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇൻഡിക്കേഷനും വാർണിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ ആ ടാറ്റയുടെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട്. അത് നമുക്ക് ആ ഒരു 7 ഇഞ്ചിൻ്റെ നമുക്ക് ആ ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള, അതുപോലെ തന്നെ കോൾസൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ റിവേഴ്സ് ക്യാമറ ഇല്ല, പക്ഷേ റിവേഴ്സ് സെൻസർ ഉണ്ട്. റിവേഴ്സ് ക്യാമറ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഹൈസനി തന്നെ ചെയ്യുകയാണെങ്കിൽ അവർ 7,500 രൂപയ്ക്ക് ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു സൺറൂഫിൻ്റെ ബട്ടനാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് വരുന്നത്. അതായത് നെക്സോണിൽ സ്റ്റാർട്ടിംഗ് മോഡൽ ഇതാണ്, സ്മാർട്ട് പ്ലസ് എസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-11 റേഞ്ചിൽ ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 11 റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ? അപ്പോൾ ഇത് വരുന്നത് AC വെൻസും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഡിഫോഗറും കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ മഴയത്ത് വെക്കുമ്പോൾ നമുക്ക് ഫോഗ് അടിക്കാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഒരു 5 ഗിയർ മാനുവൽ മോഡും അതുപോലെ ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ടാറ്റയുടെ കാറുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 5 സ്റ്റാർ ക്രാഷ് ടെസ്റ്റിൽ ഉള്ള അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല ഒരു വണ്ടി തന്നെയാണ്. പക്ഷെ ആ കൂടി അറിയേണ്ടത് നമ്മൾ സർവീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സിറ്റിയിലല്ല, നമ്മളൊരു എക്കോലോ ഒക്കെ ഓടിക്കുമ്പോൾ ഒരു 16-17 റേഞ്ചിൽ മൈലേജ് കിട്ടുമെന്നാണ് അറിയേണ്ടത്. പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ കൺട്രോൾസും അതുപോലെ വൈപ്പറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 700 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ടോട്ടലി നോക്കുമ്പോൾ വണ്ടി നല്ലൊരു ഡ്രൈവബിലിറ്റി ഉള്ള, നല്ല സ്മൂത്ത് എഞ്ചിനുള്ള നല്ലൊരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല ഹെവിയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയിൽ എന്തായാലും റിവേഴ്സ് ക്യാമറ വെച്ചില്ലെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാനൊക്കെ ആയിട്ട് ബാക്കൊക്കെ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഊഹത്തിലൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ റിവേഴ്സ് ക്യാമറ എന്തായിട്ടാണ്. പിന്നെ ആ ഡ്രൈവ് മോഡ്സൊക്കെ ഉള്ള ആ സ്വിച്ചാണ്. പിന്നെ നമുക്ക് ഇതിൽ വോയിസ് കമാൻഡ് വഴി നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഞാനതൊന്നും സെറ്റാക്കിയിട്ടില്ല. ടോട്ടലി നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. മൈലേജിൻ്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ അധികം യൂസ് ചെയ്യാത്ത കാരണമാണ്. ഇനി ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 മന്ത്സിലാണ് സർവീസ് വരുന്നത്. അപ്പോൾ സർവീസ് കഴിഞ്ഞാൽ ആവുമെന്നാണ് നമ്മൾ ഹൈസണിൽ നിന്ന് വിളിച്ചപ്പോൾ എക്സിക്യൂട്ടീവ്സൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ കണ്ടോ, സ്റ്റിയറിംഗ് കൺട്രോൾ മൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വോളിയം അപ്പ് ഡൗൺ, കോൾ ആൻസറിങ്, കോൾ മ്യൂട്ട്, അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വണ്ടി തന്നെയാണ്. ഇതിൽ അത്യാവശ്യം നമുക്ക് വാനിറ്റി കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡാഷ്ബോർഡിലത്തെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അതിൽ ചെറിയൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സും, ഇതിൻ്റെ ഉള്ളിലൊരു ടൈഗറിൻ്റെ ഒരു ലേബലൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിലത്തെ ഗ്ലാസ്സിലും. അതുപോലെ എയർ ബാഗിൻ്റെ ആ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. ഞാൻ പുതിയ വണ്ടിയായ കാരണം അതിൻ്റെ ഇതൊന്നും ആക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കവർ മാറ്റണം, കാരണം അതൊരു പോയിസണസ് ആണെന്ന് പറയുന്നുണ്ട്. അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് മാറ്റും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ആ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ശരിക്കും നമ്മൾ ഒരു ഗ്രേ കളറാണെങ്കിലും നമുക്ക് ചില സമയത്തൊരു ഗ്രീനിഷ് ലുക്കൊക്കെ തോന്നുന്നതാണ്. അപ്പോൾ ടാറ്റയുടെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വാങ്ങിച്ചതാണ് വീൽ കപ്പും കാര്യങ്ങളൊക്കെ, കാരണം അത് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഭാവിയിൽ നമുക്ക് അതിൻ്റെ കണക്റ്റിംഗ് ലാംപ്സും കാര്യങ്ങളും, അതുപോലെ റിവേഴ്സ് ക്യാമറയും സീറ്റ്